എല്ലാ കൂട്ടുകാർക്കും സൊല്യൂഷൻ മേക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ വെറും 15 സെക്കൻഡ് ആയിരിക്കും നിങ്ങൾക്കിപ്പോൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. അത് എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് നിങ്ങളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ 15 സെക്കൻഡ് മാത്രമായിരിക്കും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ദിവസമായിട്ട് ലോക്ക്ഡൗൺ കാരണം എല്ലാവരും വീട്ടിലിരുന്ന് ഭയങ്കര യൂസിങ് ആണ് നമ്മുടെ വാട്സപ്പ്, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഒക്കെ. ഇപ്പോൾ നമ്മുടെ വാട്സപ്പിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ന്യൂ മെമ്പേഴ്സ് വന്നിട്ടുണ്ട് നമ്മുടെ വാട്സപ്പിലേക്ക്. ഒരുപാട് ഡൗൺലോഡേഴ്സ് കൂടിയിട്ടുണ്ട്, റേറ്റിംഗ് കൂടിയിട്ടുണ്ട് വാട്സപ്പിൻ്റെ. അത് കാരണം തന്നെ നമ്മുടെ വാട്സപ്പിൻ്റെ സെർവർ മെല്ലെ ഡൗൺ ആകുന്നുണ്ട്. അത് കാരണം അവർ കുറച്ചതാണ് നമ്മുടെ ഈ ഒരു ടൈം. നമ്മുടെ ഈ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു 30 സെക്കൻഡ് ഉള്ളത് 15 സെക്കൻഡ് ആക്കി വാട്സപ്പ് തന്നെ കുറച്ചതാണ്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഒരു പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷനിലാണ് അവർ ഈ ഒരു മാറ്റം വരുത്തിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് ചെയ്യാത്തവർക്ക് പോലും ഇതുപോലെ 15 സെക്കൻഡ് മാത്രമേ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് യൂസിങ് ഒരുപാട് കൂടിയിട്ടുണ്ട്, ഒരുപാട് ന്യൂ മെമ്പേഴ്സ് കൂടിയിട്ടുണ്ട്. മാത്രമല്ല വാട്സപ്പ് യൂസ് ചെയ്യുന്ന ടൈം ഒരുപാട് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ എണ്ണം വരെ കൂടിയിട്ടുണ്ട്, ഒരുപാട് കൂടിയിട്ടുണ്ട്. ഇത് കാരണം വാട്സപ്പിന് ട്രാഫിക് കൂടുകയും അതുപോലെ തന്നെ സെർവർ ഡൗൺ ആകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ലോക്ക്ഡൗൺ തീരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേഷന് നന്നായിട്ട് മാറ്റം വരും. അതായത് ഈ ഒരു സ്റ്റാറ്റസ് ഇടുന്ന ഈ ഒരു ടൈം സാധാ പോലെ 30 സെക്കൻഡ് തന്നെ ആകും നമ്മുടെ ലോക്ക്ഡൗണിന് ശേഷം. കാരണം ലോക്ക്ഡൗൺ ആയത് കാരണം എല്ലാവരും വീട്ടിലിരുന്ന് സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യുകയും അതുപോലെ ചാറ്റിങ്ങും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം വളരെ ഫുൾ യൂസിങ് ആയത് കാരണം നമ്മുടെ ഇൻ്റർനെറ്റ് സെർവർ വരെ ഡൗൺ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപ്ഡേഷൻ വരാൻ കാരണം നമ്മുടെ വാട്സപ്പിൽ. അപ്പോൾ ഗൈസ് ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇതുകൊണ്ടുള്ളൊരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റിൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഇടാനായിട്ട് സാധിക്കും. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ 30 സെക്കൻഡ് ആയിട്ട് കട്ട് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് അതുപോലെ തന്നെ അങ്ങോട്ട് സ്റ്റാറ്റസ് ഇടാനും സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് 30 സെക്കൻഡിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് സിമ്പിളാക്കി അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ സ്റ്റാറ്റസിലേക്ക്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വേറെ ലെവൽ ആപ്ലിക്കേഷനാണ്. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് 30 സെക്കൻഡിൽ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ തീരുന്നത് വരെ നിങ്ങളും ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് നിന്ന് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് മറ്റൊരു വീഡിയോ കണ്ടുപിടുന്നവരേക്കും ബൈ. Tell me pretty lies, look me in the face, tell me that you love me, even if it's